കഴിഞ്ഞ ദിവസവും ഇതിന് സമാനമായ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. ആരും ഉണർന്നില്ല. അപ്പോഴേക്കും ഇങ്ങോട്ട് കുറ്റം പറയുകയാണ്. ഏറ്റവും ദുഃഖകരമായ കാര്യം, ആദ്യം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമങ്ങളോട് ജോയി അവിടെ വീണിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞു. ഒരു ശുചീകരണ തൊഴിലാളി അവിടെ വീണു, രക്ഷപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമങ്ങളോട് ആദ്യം തന്നെ മേയർ പറയുകയാണ്, നിങ്ങൾ നെഗറ്റീവ് വാർത്തകൾ കൊടുക്കുകയാണ്. ഇതൊക്കെ നെഗറ്റീവ് വാർത്തകളാവുന്നത് എങ്ങനെയാണ് ശ്രീ ജയസഖിൽ? അല്ല, ഞാൻ വളരെ കൃത്യമായി തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കുടുംബത്തിന്റെ ഒരു വിളക്ക് അസ്തമിച്ചിരിക്കുകയാണ്. ഈ ജോയി എന്ന് പറയുന്ന പേരിൽ മാത്രം ജീവിതത്തിൽ ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ജോയി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ വയറൊന്ന് നിറയ്ക്കാൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സന്തോഷം കണ്ടെത്താൻ അദ്ദേഹം എടുത്തൊരു എഫേർട്ടുണ്ട്. ആ ജോലി, ഇത്തരത്തിലൊരു ജോലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങുന്നു. അവിടെ ക്ലീനിങ് തൊഴിലാളിയെ അദ്ദേഹം മാറുന്നു. ആ ക്ലീനിങ് തൊഴിലാളിയായിട്ടുള്ള ജോയി ഒരു സുരക്ഷാ ഉറപ്പുമില്ലാതെ അദ്ദേഹം ക്ലീനിങ്ങിനായിട്ട് അവിടെ ഇറങ്ങുന്ന ഒരു സാഹചര്യം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, തിരുവനന്തപുരം പോലെയുള്ള ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാന ജില്ലയിലാണ് ഇത് നടന്നതെന്നൊരു ഓർമ്മ നമുക്ക് വേണം. ഈ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി മാധ്യമങ്ങളിൽ കാണുന്ന വാർത്ത എന്താ? ജോയിയെ നമ്മൾ എല്ലാ മാധ്യമങ്ങളും ഉൾപ്പെടെ, അവിടെ ഉള്ള രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ തിരയുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളിൽ നടക്കുന്ന പോരെന്താണ്? ഈ പറയുന്നത് പോലെ ഇത് റെയിൽവേയുടെ സ്ഥലമാണ്, 117 മീറ്റർ എന്ന് പറയുന്നു. കോർപ്പറേഷൻ പറയുന്നു ഞങ്ങൾക്ക് ഇതിൽ ബന്ധമില്ല എന്ന് പറയുന്നു. ഈ പറയുന്നത് പോലെ പരസ്പരം പോരടിക്കുന്ന ഇത്രയും മ്ലേച്ഛമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ 3-4 ദിവസമായിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് പൊതുസമൂഹം ഇതിനെ വിലയിരുത്തേണ്ടത്? ഈ പ്രദേശത്ത് നടന്നിട്ടുള്ള ഈ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ എത്രയോ കാലമായി നമ്മൾ കേട്ടതാണ്. ഇവിടെ പറയുകയാണ്, ഞാൻ ചോദിക്കട്ടെ, ഈ ആമയിഴഞ്ഞ തോടിലും ഈ പറഞ്ഞ തിരുവനന്തപുരത്തെ പ്രാന്തപ്രദേശങ്ങളിലെ തോടിലും എല്ലാം അടിഞ്ഞുകൂടുന്ന ഈ പറയുന്ന മാലിന്യങ്ങളെല്ലാം തന്നെ ഇന്നലെ ഒരു ദിവസം കൊണ്ടുണ്ടായതല്ലോ. അത് മാത്രമല്ല, ഈ റെയിൽവേയുടെ സ്ഥലത്ത് മാത്രമാണോ മാലിന്യങ്ങൾ വന്നിരിക്കുന്നത്? മാത്രമല്ല, റെയിൽവേയുടെ അങ്ങോട്ട് ആ മാൻഹോൾ ആ ട്രാക്കിന്റെ ആ താഴോട്ട് ഒഴുകി എത്തുന്നത് ഇവിടെ നിന്ന് പോകുന്ന ഞാൻ അതാ പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ ഈ പറയുന്ന പോലെ ആമയഞ്ചൻ തോട് ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള തോടുകളിലും ഈ നദീതട ഏരിയകളിലെല്ലാം തന്നെ ഈ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളുടെ എല്ലാം ഉത്തരവാദി ആരാണ്? തിരുവനന്തപുരത്തിന്റെ നഗരസഭയാണ്. ആ നഗരസഭയ്ക്ക് അതിനകത്ത് ഉത്തരവാദിത്തമില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആവശ്യത്തിന് സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ ശുചീകരണ തൊഴിലാളികളെ അങ്ങോട്ട് ഇറക്കി, ഈ മാലിന്യ തോട്ടിലേക്ക് ഇറക്കി. അല്ല, അത് എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ശുചീകരണ തൊഴിലാളികളെ ഇറക്കി വിടുമ്പോൾ പോലും ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ അവർ പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ മേയർ ഉൾപ്പെടെ പറയുന്നത് അത് റെയിൽവേ ആണ് അത്തരം ആളുകൾ, ആ ജീവനക്കാരെ താൽക്കാലികമായി അവിടെ ഇറക്കി റെയിൽവേയുടെ ഏരിയ വൃത്തിയാക്കാൻ റെയിൽവേ ആണ് ഏർപ്പെടുത്തിയെന്ന് പറയുന്നു. ചിലപ്പോൾ അത് അംഗീകരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന റെയിൽവേ ആണെങ്കിലും ഈ പറയുന്ന തിരുവനന്തപുരം നഗരസഭയാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ഈ കാര്യത്തിൽ. ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, മരണപ്പെട്ട ജോയി, ഈ പറയുന്ന മരണപ്പെട്ട ജോയി തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റിനകത്ത് ജീവിക്കുന്ന ആളല്ല. അദ്ദേഹം ഒരു മനുഷ്യജീവനാണ്. അദ്ദേഹം നെയ്യാറ്റിൻകരയിൽ നിന്ന് ഈ പറയുന്നത് പോലെ ജോലിക്ക് വേണ്ടി ജോലി നേടി തിരുവനന്തപുരത്തേക്ക് വരുന്ന ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യനായി നിങ്ങൾ കണക്കാക്കുക. ആ മനുഷ്യന്റെ ജീവന് വേണ്ടി സംസാരിക്കുമ്പോൾ റെയിൽവേ പറയുന്നു റെയിൽവേയുടെ അല്ല എന്ന് പറയുന്നു, കോർപ്പറേഷൻ പറയുന്നു ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഈ മനുഷ്യ ജീവന് ഒരു ശകലം വിലയില്ല ഈ നാട്ടിൽ. ശരി, ഇപ്പോഴാണ് ജനങ്ങൾക്ക് ഈ റെയിൽവേക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് അറിയുന്നത്, ഒരു മാൻഹോൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലായത് തന്നെ ശനിയാഴ്ച രാത്രി റോബോട്ട്